ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട അനീഷ് ജോർജ് അച്ഛൻ, ഫാദർ മത്തായി നൂറനാൽ അവാർഡ് ജേതാവ്, സംസ്ഥാന വിദ്യുച്ഛക്തി മന്ത്രി ശ്രീമാൻ കെ കൃഷ്ണൻകുട്ടി, ഡോക്ടർ ഐസക് മത്തായി നൂറനാൽ, ഫാദർ ജിനു ജോൺ, ട്രസ്റ്റിയും ഈ മീറ്റിങ്ങിന് സ്വാഗതം ആശംസിക്കുകയും ചെയ്ത ശ്രീ മാത്യൂസ് ജേക്കബ് നൂർനാൽ, അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംക്ഷിപ്തമായി നമുക്ക് വിവരണം നൽകുകയും ചെയ്ത ശ്രീ രാജൻ തോമസ്, ഇടവകയുടെ സെക്രട്ടറി ശ്രീ വി ജോയ്, വേദിയിലും അതിനോടനുബന്ധമായി വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഡോക്ടർ ഐസക് മത്തായി നൂർനാലിൻ്റെ കുടുംബാംഗങ്ങൾ, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഇടവാംഗങ്ങളും ഈ ചടങ്ങിൽ വിവിധ രംഗങ്ങളിൽ നിന്ന് അച്ഛനോടുള്ള സ്നേഹത്തെ പ്രതി കടന്നു വന്നിരിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനം. ഈ ദിവസം തന്നെ ഈ അനുസ്മരണവും അവാർഡ് ദാനവും നിർവഹിക്കുവാൻ ഇടയായത് ഒരു വലിയ നിമിത്തമായി ഞാൻ കരുതുന്നു. അച്ഛൻ്റെ ഓർമ്മ നവംബർ മാസം 29-ാം തീയതിയാണ് കൊണ്ടാടുന്നത് ആരാധനാപരമായി. എന്നാൽ ഇങ്ങനെയൊരു പ്രഭാഷണവും അവാർഡ് ദാനവും 30-ാം തീയതി വന്നതുകൊണ്ടും അത് ഞായറാഴ്ച ആയതുകൊണ്ടും അത് അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമാതാവിൻ്റെ സാഹസികമായ യാത്രയുടെ ദിനമായതുകൊണ്ടും അത് യാദൃശ്ചികമായി എന്ന് ഞാൻ കരുതുന്നില്ല. മനുഷ്യചരിത്രത്തിൽ എക്കാലത്തും ഒറ്റയാൻ പോരാട്ടം നടത്തി വിപ്ലവാത്മകമായ ആശയങ്ങളും അതിൻ്റെ ആവിഷ്കാരവും നിർവഹിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഒരു മഹിളാരത്നമായി പരിശുദ്ധ മാതാവിനെ ഞാൻ കാണുന്നു. മനുഷ്യ സമുദായത്തിൻ്റെ മുഴുവൻ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ആയാലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള, ഒറ്റപ്പെട്ടും അല്ലാതെയും സംഘടിതമായി നടത്തിയിട്ടുള്ള, ഇതുവരെയും നിലയ്ക്കാത്ത സബരികളുടെ ആ പന്ഥാവിൽ മാതാവിന് തുല്യം വെക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മറ്റൊരാളുണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശദമായ കാര്യം രാവിലെ ഞാൻ പറഞ്ഞു. അതൊരു മതഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നതായതുകൊണ്ടാണ് ധൈര്യപൂർവ്വം മറ്റുള്ളവരത് കോട്ട് ചെയ്യാനായിട്ട് വെമ്പൽ കൊള്ളുന്നത്. ഗർഭവതിയായ ഒരു സ്ത്രീ 160 കിലോമീറ്റർ വളരെയധികം സാഹസം നിറഞ്ഞ റോഡിൽ കൂടെ ഏകയായി യാത്ര ചെയ്ത് ഒരു വൃദ്ധയെ പോയി സന്ദർശിക്കുകയാണ്. പിന്നീട് പറയുന്നത്, താണവരെ ഉയർന്നവരെ താഴ്ത്തി, സിംഹാസനം ധനവാന്മാരെ എടുത്തിട്ടു, പ്രഭുക്കന്മാരെ വൃദ്ധമായി അയച്ചു, സമ്പന്നന്മാരെ വൃദ്ധമായി അയച്ചിട്ട് ദരിദ്രരായവരെയും വിശക്കുന്നവരെയും അവിടത്തേക്ക് കയറ്റി. ഇങ്ങനെയൊക്കെയുള്ള വിപ്ലവങ്ങൾ ആശയത്തിൽ മാത്രമല്ല, അത് ആവിഷ്കാരത്തിൽ ഇന്നുണ്ടോ എന്നുള്ളത് ഞാൻ കാര്യമായി സംശയിക്കുന്നു. ഒരു മനുഷ്യൻ ചരിത്രത്തിൽ ഓർക്കപ്പെടണമെങ്കിൽ 2 കാര്യം ചെയ്യണം. ഒന്നുകിൽ ജീവിച്ചിരിക്കുമ്പോൾ പിൻതലമുറ വായിച്ചറിയാൻ എന്തെങ്കിലും എഴുതിക്കൂട്ടി വെക്കണം. അപ്പോൾ അക്ഷരങ്ങളുടെ ലോകത്തിലൂടെ പിൻതലമുറ അതറിയും. ഈ അച്ഛൻ ദിവംഗതനായിട്ട് 23 വർഷമായതുകൊണ്ട്, അനീഷച്ചൻ ആദ്യം പറഞ്ഞതുകൊണ്ട് വാഗ്മയ ചിത്രം വരച്ച് അതിനെ കാരിക്കേച്ചറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അച്ഛൻ്റെ കുടുംബാംഗങ്ങളും അച്ഛനോട് ചേർന്ന് പ്രവർത്തിച്ചവരും നിങ്ങളുടെ വാഗ്മയ ചിത്രങ്ങളാൽ ഒരു രൂപം നൽകിയിട്ടുള്ള പുതിയ തലമുറയും സജീവമായിരിക്കുന്ന അച്ഛൻ്റെ ഇടവകയിൽ അച്ഛനെക്കുറിച്ച് പ്രഭാഷണം നടത്തുക എന്ന് പറയുന്നത് ഒരു സാഹസികതയാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റുള്ളവരാൽ എഴുതപ്പെടേണ്ടതിന് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പോകണം. ഒരർത്ഥത്തിൽ അച്ഛനിത് 2ഉം ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാൻ ആ കബറിടത്തിലെ എപ്പിറ്റത്ത് നോക്കുകയായിരുന്നു. അച്ഛൻ്റെ കൈപ്പടയിലാണ് എഴുതിയിരിക്കുന്നത്.
അത് വേർപാടിൻ്റെ ഒരു ഇതായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. നല്ല ശാന്തവും നല്ല സമാധാനവും നൽകുന്നതാണ്. എല്ലാവർക്കും അറിയാൻ കടന്നു പോകും. ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നത് പോലെ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകും. ആ യാഥാർത്ഥ്യം സ്വീകരിച്ചിട്ട് മക്കളെ, നിങ്ങളുടെ മത്തായി അച്ഛൻ ഇതാ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സമാധാനത്താലെ പോവുക എന്ന് നമുക്ക് ആശംസയാണ് അച്ഛൻ തന്നത്, അല്ല ഞാൻ സമാധാനത്തെ പോകുന്നു എന്നല്ല. ഷേൽ ബസ് ലോമോ എന്നും സേൽ ബസ് ലോമോ എന്നും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അച്ഛൻ വളരെ ഒരു അനിതര സാധാരണമായ രീതിയിൽ അച്ഛൻ്റെ ഹൃദയ തുടിപ്പ് അനശ്വരമാക്കുവാൻ ആ ചരിത്രത്തിൽ അത് കോറിയിട്ടിരിക്കുക. ചിലർ വലിയ മഹാനായി ജന്മം കൊണ്ട് തന്നെ മഹാന്മാരായി പിറന്നു വീഴുന്നവരുണ്ട്. ചിലർ കഠിനാധ്വാനം ചെയ്ത് ആ പദവിയിലേക്ക് ഉയർന്നു വരും. സാവകാശം, അനസ്യൂതം, നിരന്തരം കഠിനാധ്വാനത്തിലൂടെ സ്ഥിരോത്സാഹത്തോടുകൂടി മറ്റുള്ളവരുടെ സഹകരണത്തോടുകൂടി ഉയർന്നുയർന്ന് അങ്ങ് സോപാനത്തിലെത്തും. അച്ഛനെക്കുറിച്ച് ഒരു വിശദമായ പ്രഭാഷണം നടത്തുന്നതിൻ്റെ സമയം പോകുന്ന എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനതിന് മുതിരുന്നില്ല. ഈ ഇടവക ഈ അവാർഡും പ്രഭാഷണവും ഏർപ്പെടുത്തി ബഹുമാനപ്പെട്ട മാത്യൂസ് ജേക്കബ് നൂർനാൽ ഓർമ്മിപ്പിച്ചതുപോലെ അച്ഛനെക്കുറിച്ചുള്ള ചിത്രം, അച്ഛനെക്കുറിച്ചുള്ള സ്മരണ വരും തലമുറയ്ക്ക് എന്നും പ്രചോദനമാകത്തക്ക രീതിയിൽ ചില നൂതന ആശയങ്ങൾ നമ്മൾ നടപ്പാക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് യുവന പ്രസ്ഥാനത്തിൻ്റെയോ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂളിനെയൊക്കെ അച്ഛൻ്റെ നാമത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ വെച്ചാൽ അവർ അച്ഛനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് വായിച്ച് പഠിച്ച് ചെയ്യും. ഇപ്പോൾ ഇത്രയും വലിയ ആരാധന കഴിഞ്ഞ് നടത്തുന്ന എനിക്ക് എന്നോട് തന്നെ നീതി പുലർത്തിയാൽ എത്ര മിനിറ്റ് എടുക്കാൻ പറ്റും? 20 മിനിറ്റ് കൂടി പോകുന്നത് ശരിയാണോ? അല്ല. അപ്പോൾ അച്ഛൻ്റെ എന്ത് കാര്യം പറയാൻ സാധിക്കും? അങ്ങനെ നമുക്ക് ചേർന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു വേദി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അച്ഛനിലേക്ക് തിരിച്ചു വരാം. അച്ഛൻ ദൈവാനുഗ്രഹം ലഭിച്ച ഒരു പുരോഹിതനായിരുന്നു. പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഹിതം മുൻപേ അറിയുന്നവനെന്നാണ്. പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം പുരോഭാഗത്തൂടെ നടക്കുന്നവനെന്നുമാണ്, മുൻപേ നടക്കുന്നവനെന്നാണ്. ആരാധനയുമായി ബന്ധിപ്പിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം മുന്നമേ അറിയുന്നവനും ജനത്തിൻ്റെ മുമ്പാകെ നിന്ന് അവരെ വഴി നടത്തുകയും ചെയ്യുന്നവനാണ് പുരോഹിതൻ. ഒരു മന്ത്രിസഭയിലെ ഒരു മിനിസ്റ്റർ ചെയ്യുന്നതിനേക്കാട്ടിലും ഏറ്റവും ശ്രദ്ധേയമായ ജനങ്ങളിൽ സ്വാധീനമുള്ള ഒരു മിനിസ്ട്രിയാണ് പുരോഹിതൻ്റേത്. അതിന് ചില വശങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് ചിലതൊക്കെ ഒന്ന് കോറിയിട്ട് തരാം. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ കത്തീഡ്രല്, ഈ പള്ളിയുടെ 4 ചുവരിനുള്ളിൽ ശുശ്രൂഷിക്കുന്ന ഒരു കാർമ്മികൻ എന്ന നിലയിലാണ് ക്രിസ്തീയ പുരോഹിതനെന്ന് അച്ഛനെ നമ്മൾ ഒന്ന് ഒരൊറ്റ വാചകത്തിൽ നിർവചിക്കാൻ തക്കവണ്ണം ഉദ്ദേശിക്കുന്നത് അല്ല. ഇത് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പുരോഹിതൻ ഉപയോഗിക്കുന്ന വാക്കും ഏതാ? മിനിസ്റ്റർ. പ്രീസ്റ്റ് എന്നുള്ളത് ബലിയർപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ വരുന്നുവെങ്കിലും സിമ്പിൾ ഇൻ ജനറൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈസ് എ മിനിസ്റ്റർ. ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള വാക്ക് ഏതാ? മിനിസ്ട്രി, പാസ്റ്ററൽ മിനിസ്ട്രി. മന്ത്രിമാർ ചെയ്യുന്നത് ജനസേവനം, സേവനം എന്ന ഒരു അർത്ഥത്തിലാണ്. അച്ഛൻ അപൂർവമായ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള, നല്ല അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. 1928 ഏപ്രിൽ മാസം 1-ാം തീയതി ജനിക്കുമ്പോൾ, ഇന്നുള്ള പിള്ളേരാണെങ്കിൽ ബർത്ത്ഡേയുടെ അത് ഡേറ്റ് ഓഫ് ബർത്ത് കാണുമ്പോൾ ചിലപ്പോൾ ചിരിക്കും. വൈ ഏപ്രിൽ 1 ചിലപ്പോൾ ചില ആളുകൾ ജീവിതത്തിൻ്റെ തുടക്കത്തിലൊക്കെ ആ തരത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ അത് ഒരു വിജയം ആക്കി മാറ്റുവാൻ തക്കവണ്ണമുള്ള സ്ഥിരോത്സാഹിയായ നല്ല കഠിന പരിശ്രമമുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം നിലകൊണ്ടു. അനേക കാര്യങ്ങൾ പറയാനുണ്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് തന്നെ. ജീവിത സാഹചര്യങ്ങൾ അന്നത്തെ കാലഘട്ടം അനുസരിച്ച് തിയോളജിക്കൽ സെമിനാരിയിലെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ പൂർണ്ണമായി ലഭിച്ചതല്ല. എന്നാൽ കോട്ടയം പഴയ സെമിനാരിയിൽ ഞാൻ ഉൾപ്പെടുന്നതായ ഇപ്പോഴത്തെ പരിശുദ്ധ ബാബാതിരുമേനി ഏറ്റവും ആദരിക്കുകയും അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി എല്ലാ ആരാധനയും സംഗീതവും സുറിയാനിയും എല്ലാം പകർത്തി നൽകിയ ഞങ്ങളുടെ എല്ലാം വലിയ മഹാഗുരുവായിരിക്കുന്ന ഞാർത്താങ്കൽ കോരുതുമൽപ്പാനച്ഛൻ്റെ ശിക്ഷണത്തിൽ സുറിയാനി ഭാഷയും ആരാധനയും എല്ലാം അദ്ദേഹം ഹൃദയസ്ഥമാക്കി. അങ്ങനെ ഒരു കൊച്ചച്ഛനായിട്ട് ഇവിടെ വന്നു.
പിന്നീട് കാലഗതിയിൽ മത്തായി എന്ന് പറയുന്ന അച്ഛൻ വൈദിക ട്രസ്റ്റി ആകുമ്പോൾ പഴയ സെമിനാരിയിലെ മലങ്കര മെത്രാപ്പോലീത്തയോടൊപ്പം 2-3 സ്ഥാനങ്ങളിൽ കൈസ്ഥാനിയായി അതിൻ്റെ തീരുമാനങ്ങളിൽ അതിൻ്റെ ആസ്തിയിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനായി ചരിത്രത്തിൽ അദ്ദേഹം ഉയർന്നു. അദ്ദേഹം ഒരു കോളേജിലെ ഗ്രാജുവേറ്റ് അല്ലാത്ത അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടറൽ ഗവേഷണ കാര്യങ്ങൾ കൂടെ നടക്കാൻ കഴിയുന്ന ഒരു കോളേജിൻ്റെ സ്ഥാപകനായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പറായി. വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറയുന്നത്. അനീഷച്ചൻ ഒന്ന് ഓർമ്മിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു പുരോഹിതനായി എന്നതുകൊണ്ട് മാത്രമാണ്. അന്നത്തെ കാലത്ത് ഭരണകർത്താക്കൾക്ക് ഇല്ലാത്തതായ ഒരു ഇൻഫ്ലുവൻസ്, അതിരിന് അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന, അതിരുകൾക്ക് അപ്പുറത്തേക്ക് കടന്നു കഴിയാൻ കഴിയുന്ന കൈനീട്ടുന്ന ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുണ്ടായിരുന്നു. ആകാരത്തിൽ അധികം പൊക്കമില്ലെങ്കിലും പൊക്കമില്ല എന്നുള്ള പൊക്കത്തിൽ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പുരോഹിതനെന്ന നിലയിൽ ചെയ്തു. ഇപ്പോഴീ ഭദ്രാസനത്തിലൊക്കെയുള്ള ശാന്തതയും സമാധാനവും ഒന്നും അന്നില്ല. മൂവാറ്റുപുഴ മണ്ണിൽ ജനിച്ചു വളർന്നുകൊണ്ട് അതിന് ബാലപാഠങ്ങൾ പഠിപ്പിക്കാതെ തന്നെ അവിടുന്ന് കണ്ടും കേട്ടും ജീവിതത്തിൽ സ്വായത്തമാക്കിയ ആ ഒരു ഊർജത്തോടു കൂടി ഇവിടെ വന്നതുകൊണ്ട് ഈ ഭദ്രാസനം ഇങ്ങനെയായി രൂപീകരിക്കുന്നത് 1985 ആണല്ലോ, 83. അതിനു മുമ്പ് മലബാർ ഭദ്രാസനത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ കാട്ടിലും മേട്ടിലും കുന്നിലും മലയിലും ആട്ടാറുകളിലും അരുവികളിലും എല്ലാം പ്രായത്തെ അതിജീവിക്കുന്നതായ ആ ചുറുചുറുക്കോട് കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂലം അനേക വ്യക്തികളെ നേടാനും അവരുടെ കുടുംബങ്ങളെ നേടാനും ഇതുപോലെ മനോഹരമായ ഒരു സൗധം പണിഞ്ഞ് നിങ്ങളെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തി ഒരു ഇടവക ഇത് വിപുലപ്പെടുത്തി കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധിച്ചു. ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരും സമ്പന്നരും അതേപോലെ തന്നെ ദരിദ്രരും അധ്വാനികളും വിദ്യാഭ്യാസത്തിൽ താഴ്ന്ന നിലയുള്ളവരുമായ 100 കണക്കിന് കുടുംബങ്ങൾ ചേർന്നതാണ് ഈ ആലയം. അവരെ എല്ലാവരെയും ഒരേപോലെ കാണുവാൻ കഴിയുന്ന ഒരു വലിയ പുരോഹിതനായിരുന്നു. ഓരോ ആടുകളുടെയും മണമറിയുന്നതായ ഇടയൻ്റെ പ്രത്യേകത, ഇടയൻ എപ്പോഴും ആടുകളോടുകൂടി ആയിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം, പശുവിനെ വളർത്തുന്നവരുടെ പശുവിൻ്റെയും ചാണകത്തിൻ്റെയും ആ തൊഴുത്തിൻ്റെയും ഒക്കെ ഒരു ചെറിയ അംശം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ വന്നുകൂടും. ഏത് സോപ്പിട്ട് കഴിയാലും ഏത് പെർഫ്യൂംസ് നമ്മൾ ഉപയോഗിച്ചാലും അതിനകത്തൊരു ചെറിയ സ്റ്റിൻറ്റ് ബാക്കി നിൽക്കും. ബലിയർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ഫോർ ഗോഡ് നത്തിങ് ഈസ് ഇംപോസിബിൾ. ദൈവമാതാവ് പറഞ്ഞ വാക്കും. ദൈവമാതാവിനോട് ദൂതൻ പറയുകയാണ്, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. കോളേജിൻ്റെ എംബ്ലത്തിലും അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു ആപ്തവാക്യമായി ബൈബിളിൽ നിന്ന് പ്രചോദനം കൊണ്ട് എഴുതിയതാണ്. എന്ത്? യാതൊന്നും ദൈവത്താൽ അസാധ്യമല്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്താൽ സകലവും സാധ്യമാണ്. ആ ഉറച്ച ദൃഢവിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ ഒരു 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 റിഫ്ലക്ഷനായ പ്രതിഫലനമായ ആരാധന. അതുകൊണ്ട് മറ്റു പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം ലഭിക്കുന്ന ഒരു കർമ്മകാണ്ഡമായി ഇവിടെ അർപ്പിക്കുന്ന ബലിയും ഈ ദേവാലയം അദ്ദേഹത്തിന് പ്രചോദനം നൽകി. ആ പ്രചോദനത്തിൻ്റെ ഒരു വശ്യമായ വശം കൊണ്ടാണ് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കഠിനാധ്വാനത്തിലൂടെ ഇന്ന് നമുക്ക് കാണുന്നത് പോലെ മനോഹരമായ ഈ ദേവാലയം അതിനോടനുബന്ധമായി മറ്റു കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം അച്ഛനിടയായത്. ഇതെല്ലാവർക്കും സാധിക്കുകയില്ല പ്രിയമുള്ളവരെ. 5 വർഷം ജനപ്രതിയാകുന്ന ഒരാളിന് ചിലപ്പോൾ കാര്യമായി ഒന്നും സബ്സ്റ്റാൻഷ്യലായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നിരിക്കും. ആശയമുണ്ടെങ്കിലും അതിന് അച്ഛൻ പറഞ്ഞ പോലെ അനുകൂലമായൊരു സാഹചര്യം നമ്മൾ ചെന്ന് പെട്ടുപോടുന്ന ആ സംവിധാനത്തിൽ നമുക്ക് സ്പേസ് ലഭിച്ചില്ലെങ്കിൽ 5 വർഷം അവിടെ ഇരിക്കാമെന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. 50 വർഷം കൊണ്ട് പുരോഹിതർക്ക് സാധാരണ ബലിയർപ്പിച്ചു പോകുന്ന നമ്മുടെ പ്രഥമ ശുശ്രൂഷയുടെ ഭാഗം മാത്രമല്ല, അതിലുപരിയായി എനിക്ക് ലഭിച്ച വിളി, എൻ്റെ തിരഞ്ഞെടുപ്പ്, അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന ഉൾബോധ്യത്തോടുകൂടി 50 വർഷം പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലനായ ഒരു പുരോഹിതൻ നേടുന്നതാണ് അച്ഛൻ ഇവിടെ നേടി നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നത്.
ഇതിൻ്റെ ആത്മീയ വശമാണ്. മലങ്കര സഭയിലെ അനേക പുണ്യ പിതാക്കന്മാരോട് ചേർന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ഇടയായി. ആദ്യമായി കോളേജിനെക്കുറിച്ച് സഭ ചിന്തിച്ച് മലബാർ ഭാഗത്ത് ഹയർ എഡ്യൂക്കേഷൻ സെൻറ്ററിന് ഒരു സാധ്യതയുണ്ടോ എന്ന് അന്നത്തെ പരിശുദ്ധ ബാവാ തിരുമേനി പഴയ മലബാർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ MC പോത്തിന് ലെറ്റർ അയക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻ മൈ സിമ്പിൾ ഒപ്പീനിയൻ there is no scope for starting a higher education center in Payavur, Kannur or any other place. I humbly would like to introduce Father Noornal for this purpose. അങ്ങനെയാണ് അച്ഛൻ ഈ രംഗത്തേക്ക് ആദ്യമായിരുന്നത്. 1963. 1964 പരിശുദ്ധ ബാവാ തിരുമേനി മാറി. അപ്പോൾ അച്ഛനെ ഈ കാര്യങ്ങൾക്ക് ചുമതലപ്പെടുത്തിയുള്ള കൈപ്പടയിലെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അച്ഛൻ ആ പുരോഹിത ധർമ്മത്തോട് ചേർന്ന് സാമൂഹികമായ രംഗത്തേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയ അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും ഈ നാടിൻ്റെ മുഖച്ഛായയുടെയും എല്ലാ തരത്തിലുള്ള വികസനത്തിൻ്റെയും മറ്റൊരു കാൽവെപ്പാണ്. അതിനു മുമ്പ് തന്നെ തനതായ ഒരു വ്യക്തിത്വവും ഊർജ്ജസ്വലമായ ഒരു നേതൃത്വവും ഇതിനകത്ത് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് MC പോത്തൻ അങ്ങനെ എഴുതി വിടുവാൻ തക്കൊണ്ട് ഇവിടെയായത്. ഹീ വിൽ ബി ആൻ ഐഡിയൽ പേഴ്സൺ ടു കോണ്ടാക്ട് യു ആൻഡ് there may be a scope for starting higher education center in Sultan's Battery. പുരോഹിതനായി പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ ബലിയർപ്പണത്താൽ ആത്മപ്രചോദനായി നേടുന്ന ആ ദിവ്യമായ അനുഗ്രഹം സമൂഹത്തിൽ ചാലകശക്തിയായി മാറുന്ന വ്യക്തിത്വമായി അദ്ദേഹം പരിണമിച്ചു. അതാണ് രണ്ടാമത്തേത്. അദ്ദേഹം പുരോഹിതനാവുകയും ഒരു സാമൂഹിക പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത അസാധാരണമായ വ്യക്തിത്വമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വശം. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് രണ്ട് കാര്യം കൊണ്ടാണ്. ശ്രീ രാജൻ തോമസ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ ശ്രീ K. കൃഷ്ണൻകുട്ടി അവറുകൾ മിനിസ്റ്റർ എന്നോട് മന്ത്രിക്കുകയായിരുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും എൻ്റെ ഹൃദയത്തുടുപ്പും കർഷകരോടാണ്, കാർഷിക മേഖലയോടാണ്. ഇത് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചുള്ള അറിവല്ല. ഇപ്പോഴദ്ദേഹത്തിന് ഈ 81 വയസ്സായി എങ്കിലും ചെറുപ്പകാലത്ത് മണ്ണിനോട്, കാലാവസ്ഥയോട് ഡയറക്റ്റാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജിൽ നിന്ന് പഠിച്ചതല്ല, സ്വന്തം ജീവിതത്തിൽ നിന്ന് ആ തൊടിയിൽ നിന്ന് പഠിച്ചതായ ആ പാഠങ്ങൾ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഇടവകയിലെ ആളുകൾ, ഈ പ്രദേശത്തുള്ളവർ തിരുമേനി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കൃഷിയൊക്കെ ചെയ്യുന്നവരാണോ? എങ്ങനെയുണ്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ? അപ്പം മിനിസ്റ്റർ കേൾക്കാനൊന്നേ പറ്റത്തുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, നമ്മൾ കൃഷി ചെയ്താൽ മതി, ആദായം എടുക്കാൻ നമ്മൾ പോകണ്ട. ഇവർക്കൊക്കെ ഇവിടെ ചാനലിലും ഞാനും ഒക്കെ അലേർട്ടാകുന്നത് മനുഷ്യനെ വല്ലതും പിടിച്ചുകൊണ്ട് പോകുന്ന പുലി, കടുവ, അവരൊക്കെ വരുമ്പോഴാണ്. ഒരു വല്ലപ്പോഴേ വരത്തുള്ളൂ. എന്നാൽ നമ്മുടെ തൊടിയിൽ നമ്മൾ വിളിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ അകത്തെ കതവിൻ്റെ ഇവിടെ വന്ന് ആളുണ്ടോ എന്ന് നോക്കുന്ന ആളുകൾ കുരങ്ങ്, മയില്, പിന്നെ കൂട്ടത്തോടെ റാസയായി വരുന്ന പന്നിക്കൂട്ടങ്ങൾ. ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് ഞാൻ പറയുകയാണ്. അന്വേഷിച്ചു. പക്ഷേ അദ്ദേഹം അതെന്താ, ഹൃദയത്തിൽ ആ കൃഷിയോട്, മണ്ണിനോടുള്ള ഒരിത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മത്തായി നൂറനാച്ചൻ ഇന്ന് സന്തോഷിക്കുന്നുണ്ട്. താൻ പ്രവർത്തിച്ചതുപോലെ കാർഷിക മേഖലയിലും കർഷകരുടെ ഉന്നതിക്ക് വേണ്ടിയും സഹകരണ മേഖലയിലും മറ്റ് വിവിധ മേഖലകളിലും നിസ്തലമായ സേവനം തന്നതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവേശനം നടത്തിയിടത്തല്ല അദ്ദേഹം നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം വിപ്ലവാത്മകമായ, പരിവർത്തനോന്മുഖമായ, വികസനോന്മുഖമായ ആവേശം അലയടിക്കുന്നതുകൊണ്ടാണ് മാറി മാറി പോകേണ്ടി വരുന്നത്. അച്ഛനും അങ്ങനെ ധാരാളം ചുവടുകൾ മാറ്റി മറിച്ചും ഒക്കെ ചെയ്തു. കോളേജ് സ്ഥാപിക്കുന്നതിന് ഇവിടുത്തെ ജന്മിമാരോടും പ്രഭുക്കന്മാരോടും അച്ഛൻ വാതിൽ മുട്ടിയിട്ടുണ്ട്. അവരച്ഛനെ ആട്ടിപ്പുറത്താക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ കുടുംബാംഗങ്ങളും അച്ഛനെ കുടുംബാംഗങ്ങളെ അല്ല രക്തബന്ധമില്ലാത്തവരായി വളരെ പ്രായമുള്ളവരായ
മുതിർന്ന തലമുറ അച്ഛനെ ദൈവതുല്യരായി കരുതുന്നവരിവിടെയുണ്ട്. അവർക്ക് പക്ഷേ അറിയാതിരിക്കും. കാരണം അച്ഛനൊരു ടീം വർക്കാണെങ്കിലും ചില സുപ്രധാനമായ സ്ഥലങ്ങളിൽ അച്ഛൻ തന്നെ പോവുകയുള്ളൂ. എനിക്ക് അച്ഛനെ നല്ല പരിചയമുണ്ട്. അന്നൊന്നും ഇങ്ങോട്ട് വരുമെന്നോ ഈ രൂപത്തിലൊന്നും വരുമെന്നൊന്നും അല്ലെങ്കിലും സെമിനാരിയിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഞാൻ മാനേജിംഗ് കമ്മിറ്റിക്ക് വരുന്ന ഓരോ ആളുകളെയും അവിടെ വരുന്ന ഓരോ ആൾക്കാരുടെയും ചലനങ്ങൾ വരെ ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അന്നേ ഞാൻ. അച്ഛൻ വികാരിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്. ആരാധനയ്ക്കെല്ലാം ഇടയ്ക്ക് വന്നു പോയിട്ടുണ്ട്. വന്നിനായ PM തോമസ് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ഭവനം സന്ദർശിച്ചിട്ടുണ്ട്. കാപ്പുടിച്ച് പോയിട്ടുണ്ട്. കൊച്ചമ്മയും അച്ഛനുമാണ് അന്ന് വീട്ടിലുള്ളത്. പിന്നീട് വീണ്ടും ഞാൻ വരുമ്പോൾ ക്ലെമ്മീസ് തിരുമേനി അരമന പണിയുന്നതിന് മുമ്പ് ഇവിടെ താമസിക്കുമ്പോൾ തിരുമേനി ഇവിടെ വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട്. ഒരു യുവാവായി അച്ഛൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു പോയ ആളാണ്. കൂടെ അധികം ആളുകളുള്ളവർ മഹാന്മാരാകുകയില്ല. വിദ്യാഭ്യാസമായി ഞാൻ പറയുന്നത് പോലെ ജിയുടെ വിലയൊക്കെ നമ്മൾ 9.8 മീറ്റർ/സെക്കൻഡ് എന്നുള്ളതും A+B² എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇന്ന് ഡിറൈവ് ചെയ്ത് കുട്ടികളെ കാണിക്കുമല്ലേ. അതിനകത്തിൽ വലിയ മഹത്വമൊന്നുമില്ല. മഹാൻ ആരാ? ആദ്യമായി E=mc² എന്ന് കണ്ടുപിടിച്ചവനാ മഹാൻ. നമ്മൾ മറ്റേ സിലബസിൻ്റെ ഭാഗമായിട്ട് അച്ഛനൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു പോകുന്ന അതിനകത്ത് മഹത്വമില്ല. മറ്റുള്ളവർ പണിഞ്ഞ അടിസ്ഥാനത്തിൽ പണിയുന്ന ഒരു സ്വഭാവം പൗലോസ്ലീഹായ്ക്കില്ലായിരുന്നു. അതുപോലെ മറ്റുള്ളവർ എത്തിപ്പെടാത്ത മേഖലകളെ കണ്ടെത്തി ഈ നാടിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് എങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു കുടിയേറ്റക്കാരനായിട്ട് തന്നെ ഇവിടെ വന്ന ഒരച്ഛൻ ഇതിനപ്പുറത്തൊരു ലോകമുണ്ടെന്നും അത് വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടും അത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടും ഏത് മേഖലയിലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചില്ല അനുഭവത്തിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അനേക ഡയറക്ടർ ബോർഡിലെ ഒരു അംഗമായി അദ്ദേഹം ഉണ്ട്. ഇന്ത്യയിലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ടുള്ള കോപ്പറേറ്റീവ് മേഖലയിലെ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അതുപോലെയുള്ള ബോർഡിലെ ഗവൺമെൻറ് ബോർഡിലെ അംഗമായിരുന്നു അദ്ദേഹം. ഞാനിതൊക്കെ കൊച്ചിലെ പത്രത്തിൽ വരുന്നത് കട്ട് ചെയ്ത് വായിച്ചറിഞ്ഞ അറിവുകളിൽ നിന്നാണ് ഈ പറയുന്നത്. അല്ല ഇവിടെ വന്നിപ്പോൾ ഒന്നും പഠിച്ചതല്ല. ബലിയർപ്പണം ദൈവം സംപ്രീതനാണ്. ആ ബലിയർപ്പണത്തിൽ നിന്ന് the energy produced thereof should be channeled for the transformation of the society. അപ്പോൾ സമൂഹത്തിലും അദ്ദേഹം പുരോഹിതനായി അംഗീകരിക്കപ്പെട്ടു. പള്ളിക്കുള്ളിൽ മാത്രമല്ല പള്ളിക്ക് പുറത്തും അദ്ദേഹത്തെ പുരോഹിതനെന്ന ആ ദിവ്യമായ നാമത്തിൽ അദ്ദേഹത്തിന് അഭിസംബോധന ചെയ്യും. അതുകൊണ്ട് മിനിസ്റ്റേഴ്സും മറ്റുള്ളവരും ഒരു യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ ആകുന്നത് എങ്ങനെയാണെന്നൊക്കെ അത്യാവശ്യം അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കറിയാം. അവിടെ അച്ഛനും ഒരു മെമ്പറായി അച്ഛൻ്റെ ലീഡർഷിപ്പ് കൊണ്ടാണ്. അങ്ങനെ ദൈവാശ്രയത്തോടുകൂടി ദൈവജനത്തെ വഴി നടത്തിയും സമൂഹത്തിൻ്റെ ചലനങ്ങൾ കണ്ട് ആവശ്യങ്ങൾ കണ്ട് മുന്നോട്ട് പോകാനിടയായി. സ്വാഗത പ്രസംഗത്തിൽ ശ്രീ മാത്യൂസ് ജേക്കബ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ പറഞ്ഞു. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഈ കോളേജിൽ +2 വരെയെങ്കിലും പഠിച്ച് പോയവർ ഉന്നതി പ്രാപിച്ചതിന് ആയിരക്കണക്കിന് ആൾക്കാരെ നമുക്ക് കാണാം. ഞാൻ ഭദ്രാസനത്തിൽ ചുമതലയിൽ വന്നതിന് ശേഷമാണല്ലോ ഈ സ്ഥലവുമായി എന്നെ ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ ഗൾഫ് മേഖലയിലും മറ്റ് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ ഒക്കെ പോയാൽ അനേക ആളുകൾ ഈ ചുറ്റുപറ്റത്ത് ഒറ്റയൊരു കോളേജേ ഉള്ളൂ. സെൽഫ് ഫിനാൻസിങ് എന്നുള്ള വാക്ക് അതിന് പ്രസക്തിയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വന്നാലും ഹെലികോപ്റ്റർ താഴുന്ന ഒറ്റയൊരു സ്ഥലത്തേ ഉള്ളൂ. അങ്ങനെ അത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിച്ചു. ഈ വിദ്യയുടെ വെളിച്ചമാർജിച്ച് കാർഷിക മേഖലയിൽ നിന്ന് ഓരോ കുടുംബത്തിലെ അംഗങ്ങൾ വയറ് അവർ മുണ്ട് മുറുക്കി ഉടുത്ത് മൂത്ത മകൻ ചെയ്യേണ്ട അധ്വാനം, കായിക ജോലി, ഇഞ്ചി കൃഷി, കാപ്പി പറിച്ച് ഉണക്കുന്നത്, കുരുമുളക് പറിക്കുന്നത്, പശുവിനെ പരിപാലിക്കുന്നത്, നീ സ്കൂളിൽ പോയി അക്ഷരം പഠിച്ച് വീടിനെ രക്ഷിക്കാൻ പോകുമെന്ന് പറഞ്ഞ് മറ്റ് കുടുംബാംഗങ്ങളോ സഹോദരങ്ങൾ ആരെങ്കിലും സഹോദരിമാരോ മാതാപിതാക്കളോ വല്യപ്പച്ചന്മാരോ ഒക്കെ അധികമായി കഠിനാധ്വാനം ചെയ്യുമ്പോൾ വിദ്യയുടെ വെളിച്ചം ഈ മലമുകളിൽ പ്രദാനം ചെയ്യുവാൻ അച്ഛൻ കാരണക്കാരനായി തീർന്നു. അച്ഛന് തുല്യനായ ഒരു വ്യക്തി അടുത്ത കാലത്തങ്ങ് ഉണ്ടായിട്ടില്ല. ഉണ്ടാകുന്ന കാര്യവും പ്രസക്തമാണ്. എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം, ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച് അതുല്യമായ സ്ഥാനങ്ങൾ നേടി അതുല്യമായ സംഭാവനകൾ സഭയ്ക്കുള്ളിലും സമൂഹത്തിനും കൊടുത്ത് തൻ്റെ ജീവിതം ഇപ്പോഴും എരിയുന്ന ഒരു
തിരുനാളമായി പ്രകാശപൂരിതമായി ശോഭിക്കുന്നു. അതിൽ വിശുദ്ധിയുടെയും കഠിനാധ്വാനത്തിൻ്റെയും കണ്ണീരിൻ്റെയും തിക്താനുഭവത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും യാത്രയുടെയും ഒക്കെ ഉണ്ട്. അച്ഛൻ അനുഭവിച്ചിട്ടുള്ള അധിക യാതനകളൊന്നും ആരോടും ബന്ധപ്പെട്ട് അച്ഛൻ പറഞ്ഞിട്ടില്ല. ഈ ഇടവകയിലെ അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളെ സസൂക്ഷ്മം മന്ത്രം ചെയ്തെടുക്കുന്ന ചില വ്യക്തികൾ ഇവിടെ ഉണ്ട് ഇപ്പോഴും. അവർക്കിതെല്ലാം അറിയാം. ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല, എൻ്റെ വായിൽ നിന്ന് വരുന്നില്ല എങ്കിലും എൻ്റെ അടുത്ത് തന്നെയൊക്കെ ഉണ്ട്. വേദിയിലിരിക്കുന്ന ആരുമല്ല. മകനാണെങ്കിലും മകൻ അച്ഛനെ പിന്നെ ദൈവം കൊടുത്തിരിക്കുന്ന, ഇപ്പം വിവാഹിതരാകുന്ന ഒരാൾ സ്വപ്നം കാണാൻ കഴിയുന്നതാണ്. എന്ത്? 5 മക്കൾ. ഈ 5 മക്കൾ ഇന്ന തരത്തിൽ വരണമെന്ന് സ്വപ്നം കാണാനേ വഴിയത്തുള്ളൂ. സ്വപ്നങ്ങൾ അതില്ലെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. പക്ഷേ അച്ഛൻ അങ്ങനെയല്ല. ആദ്യകാലത്തെ IPS-മായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ ഞാനത് സസൂക്ഷ്മം വായിച്ച് എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? 5ലും 6ലും 7ലും പഠിക്കുന്ന കാലത്ത്, അല്ല തിരുമേനിയായപ്പോഴല്ല. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കാനിടയായത്. അവരുടെ സർവീസിന് പരിധിയുണ്ട്. ഡോക്ടറിൻ്റെ സർവീസിന് പരിധിയില്ല. അദ്ദേഹം പ്രൈവറ്റ് മേഖലയിൽ ഏകനായി ജൈത്രയാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം നിശ്ചയിക്കുന്ന ദിവസത്താണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ്. ആ 5 മക്കളിൽ എല്ലാവരും വിദ്യാസമ്പന്നരായി തീർന്നു. എല്ലാവരും നിങ്ങൾക്കറിയാം. ഞാനും അവരുടെ ചിലരൊക്കെയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന അവസരം എനിക്ക് ദൈവം തന്നു. ഡോക്ടർ ഐസക് നൂർലാലിനെ 3 വർഷത്തിന് മുമ്പ് ഞാൻ അച്ഛൻ്റെ ഓർമ്മയ്ക്കുള്ള കുർബാനയ്ക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ അദ്ദേഹം വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ചെറിയ ന്യൂസുകളോ കാര്യങ്ങളോ മെസ്സേജോ ഒക്കെ അയക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം അപ്രീസിയേഷൻ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനും അദ്ദേഹം തൊടുന്നത് ഒരു വിശ്വമാനവനായി വളരുവാൻ, ഒരു മലയാളി അപൂർവമായി എത്തുന്ന ഒരു വേദിയായി ലംഘിക്കാൻ, ഒരു ഭാരതീയൻ എത്തുന്ന അപൂർവ വേദിയിൽ എത്താൻ കാരണം മറ്റൊന്നുമല്ല. അതെല്ലാ തലമുറയിലുള്ളവരും അറിയണം. അപ്പച്ചനും അമ്മച്ചി എന്ന് പറയാതെ അദ്ദേഹം ഒരക്ഷരം ആരോടും മിണ്ടത്തില്ല. ഗുരുത്വം എല്ലാവർക്കും അതില്ല. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം, അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് കാണുന്ന പോലെയും പേരെടുക്കുന്ന പോലെയല്ല. ഒരു കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് പൊതുപ്രവർത്തനമാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താ അസ്വസ്ഥതകൾ, വീട്ടിൽ ചെറിയ ചില ജനങ്ങൾ ഉണ്ടാക്കുമ്പോൾ പതറിപ്പോകത്തില്ല. നിന്ന് പോകാനുള്ള ഒരു പുരോഗതിനായതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം അതിനെ തരണം ചെയ്യും. എന്നാലും അതിൻ്റെ അനുരണനങ്ങൾ അവിടെ ഉണ്ടാവും. അവരെക്കുറിച്ചുള്ള സ്മരണ തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ജീവിത തുടിപ്പായി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പച്ചൻ അമ്മച്ചി എന്ന് കഴിഞ്ഞേ ഉള്ളൂ ഈ ഹോളിസ്റ്റിക് ഇൻ്റർനാഷണൽ ഹീലിംഗ് സെൻറ്ററും മറ്റേത് കാര്യങ്ങളും. അച്ഛൻ്റെ ആ ഒരു അനുഗ്രഹം, അമ്മച്ചിയുടെ ആ ഒരു അനുഗ്രഹം അവർക്കും മറ്റെല്ലാ മക്കൾക്കും അവരുടെ തലമുറകൾക്കും വരും തലമുറകൾക്കും ലഭിച്ചിട്ടുണ്ട്, ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താം. അതും അച്ഛന് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. ഒരു മക്കളെക്കുറിച്ചും ഒരു പിതാവിനും മാതാവിനും ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുഃഖമാണ് പുത്രി പുത്ര ദുഃഖം. അത് കടന്നു പോകുന്നതുകൊണ്ട് മാത്രമല്ല, മറ്റുള്ളവർ ഓരോ കഥകൾ വന്ന് മെനഞ്ഞ് പറയുമ്പോൾ ഇവർക്ക് ജന്മം കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കാനിടയാകാത്തതാ. അതാ അച്ഛൻ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടതായി വന്നില്ല. എന്ന് മാത്രമല്ല, അത്ഭുതാവഹമായ അസൂയാവഹമായ പുരോഗതി അതിന് കൊടുത്തു. അച്ഛൻ എങ്ങനെ തൻ്റെ ജീവിതം ദൈവവിളിയുടെ മഹത്വം അനുസരിച്ച് ത്യാഗത്തോടെ ചെയ്തുവോ, സമൂഹത്തിന് വേണ്ടി വിലയിഴിക്കുവോ, അതിന് തത്തുല്യവും അതിനുപരിയായ ഒരു വലിയ അനുഗ്രഹം ദൈവം തലമുറകളായി അദ്ദേഹത്തിന് നൽകി. ഫാദർ മത്തായി എന്ന് പറഞ്ഞാൽ അനശ്വരനായ ഒരു വൈദികനായി നിലകൊള്ളും. മലങ്കര സഭയുടെ ചരിത്രം, കർത്താവിൻ്റെ വരവ് വരെയും ആ ചരിത്രത്തിൽ എന്നും മാറ്റപ്പെടാത്ത ഒരു താളിൽ അച്ഛൻ വഹിച്ച ആ അനന്യമായ ആ സ്ഥാനം വൈദിക ട്രസ്റ്റി എന്ന നിലയിൽ അങ്ങനെ നിലകൊള്ളും. അങ്ങനെ സഭയുടെ ചരിത്രത്തിലും ഒരു പ്രദേശത്തിൻ്റെ ചരിത്രത്തിലും ജനഹൃദയങ്ങളിലും നിത്യസ്മരണ നിലനിർത്താൻ കഴിയുന്ന ഒരു വലിയ മഹാമാനുഷി. അദ്ദേഹം ജന്മം കൊണ്ട് ഈ പ്രദേശത്തിൻ്റെ അല്ലെങ്കിലും ജന്മമൊഴിച്ച് ബാക്കി കർമ്മം കൊണ്ടും അന്ത്യവിശ്രമം കൊണ്ടും
ഈ വയൽനാടായ വയനാടിനെ ഹൃദയത്തോട് ചേർത്തിരിക്കുന്നു. അച്ഛൻ്റെ മധുരമായ സ്മരണയ്ക്കും ത്യാഗോജ്വലമായ കർമ്മത്തിനു മുമ്പിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. സമാധാനത്താലെ പോയ ശ്രേഷ്ഠ ഇടയ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയും സമഗ്രമായ ഉന്നതിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്ന അപേക്ഷ. ഈ അവാർഡ് അച്ഛൻ്റെ ഹൃദയത്തുടിപ്പുകളെ അറിയുന്ന അനുയോജ്യനായ ഒരു വ്യക്തിക്ക് നൽകാൻ എനിക്ക് ദൈവം അവസരം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇടവയോടുള്ള നന്ദിയും സ്നേഹവും സംഘാടകരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അർപ്പിക്കുന്നു.